I used to bribe students to make friends. കൈക്കൂലി കൊടുത്ത് കൂട്ടുകാരെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളായിരുന്നു ഞാൻ. കിൻഡർഗാർഡനിൽ പഠിക്കുമ്പോൾ ചോക്ലേറ്റ്സും അതുപോലെ ടോയ്സും ഒക്കെ കൊടുത്തിട്ടായിരുന്നു ഞാൻ കൂട്ടുകാരെ ഉണ്ടാക്കുന്നത്. ഇപ്പോഴും കൂട്ടുകാരെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. എൻ്റെ വിചാരം അവർ പറയുന്നതെല്ലാം ചെയ്തു കൊടുത്താൽ മാത്രമേ അവരെൻ്റെ ഫ്രണ്ട്സ് ആകത്തുള്ളൂ എന്നാണ്. പലപ്പോഴും ഞാൻ പലരോടും ഫ്രണ്ട്ഷിപ്പ് തുടങ്ങി വെക്കും, പക്ഷേ അതെനിക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് ചിലരുടെ എങ്കിലും പ്രശ്നമാണ്. നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അഥവാ ഞാനതിന് ശ്രമിച്ചാൽ പോലും പെട്ടെന്ന് തന്നെ ആ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതെയായി പോകുന്നു. ഇങ്ങനെ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ടോ നിങ്ങളോ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരോ? അതിൻ്റെ മേജർ 2 റീസൺസ് ആണ് ഞാനിന്ന് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. വൈ ദിസ് ഈസ് ഹാപ്പനിങ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ സാധിക്കാത്തത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ റീസൺസ് അറിയണ്ടേ? ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഫിയർ ഓഫ് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്നെ ഇട്ടിട്ട് പോകുമോ, എന്നെ തള്ളിക്കളയുമോ, എന്നെ വേണ്ടാന്ന് വെക്കുമോ എന്നുള്ള ഒരു അകാരണമായിട്ടുള്ള ഭയം എവിടെ നിന്നോ നമ്മളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് എന്തെങ്കിലും പിണക്കം വന്നാലോ, അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്ത് തന്നെ മറ്റൊരു ആളോട് കുറച്ച് കൂടുതൽ നേരം വർത്തമാനം പറഞ്ഞാലോ, എൻ്റെ സുഹൃത്ത് ഇന്ന് ക്ലാസ്സിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, ഇന്ന് ആൾ എത്തിയിട്ടില്ലെങ്കിലോ, എല്ലാം നമുക്കൊരു ചെറിയ തരത്തിലുള്ളൊരു ഭയം ഉള്ളിലുണ്ടാവും. കാരണം എന്നെ റിജക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് ഇതെന്ന് നമുക്കിത് ഓരോന്നും തോന്നും. അപ്പോൾ യൂഷ്വലി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണ് സൗഹൃദം നേടാനുള്ളവർ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ കൂടുതൽ ഒരു പീപ്പിൾ പ്ലീസിങ് നേച്ചറിലേക്ക് മാറും. യെസ് അവരുടെ അടുത്ത് നിൽക്കുന്നവരും അവരുടെ സുഹൃത്തുക്കളുമൊക്കെ എല്ലാം അവർക്ക് ഒരിക്കലും അവരെ റിജക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള എന്ത് പറഞ്ഞാൽ യെസ് മാത്രം പറയുന്ന ഒരു കൂട്ടരായിട്ട് മാറും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പീപ്പിൾ പ്ലീസിങ് നേച്ചർ ഉണ്ടെങ്കിൽ അത് യഥാർത്ഥമായിട്ടുള്ള സൗഹൃദം നേടാനായിട്ടുള്ള സ്കില്ല് നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ ആയി മാറിയിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളുടെ പീപ്പിൾ പ്ലീസിങ് നേച്ചറിനെ ഒന്ന് പരിശോധിക്കുക. അത് ആക്ച്വലി സൗഹൃദം നേടാനുള്ള വഴിയല്ല, നമുക്ക് സൗഹൃദത്തിലായിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു ഡിഫെൻസ് മെക്കാനിസമാണ്. അപ്പോൾ ഈ പീപ്പിൾ പ്ലീസറായി പോയാൽ എന്താ അതിൻ്റെ പ്രശ്നമെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഇഷ്ടത്തിനോ നമ്മളുടെ താല്പര്യങ്ങൾക്കോ ഒന്നും അവിടെ പരിഗണന ഉണ്ടാവത്തില്ല. എല്ലാവരുടെയും വിചാരം അവനോട് എന്ത് പറഞ്ഞാലും സമ്മതിക്കും, അവളോട് എന്ത് പറഞ്ഞാലും സമ്മതിക്കും, ഏത് ഗ്രൂപ്പിൽ എങ്ങനെ മിക്സായി പോകുന്ന ആളാണ്. ഒരു തീരുമാനം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മളുടെ അഭിപ്രായം പോലും ചോദിക്കത്തില്ല. പക്ഷേ ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു പ്രശ്നം തരുന്നുണ്ടായിരിക്കും. അത് കാരണം നമ്മളുടെ ഒരു റിയൽ ഫേസ് നമ്മൾ ഒളിച്ചു വെക്കുകയും ഈ സ്ട്രെസ്സിനെ എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റേതെങ്കിലും ഒരു സ്ട്രെസ് ബസ്റ്ററിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നതായിട്ടും കാണാറുണ്ട്. ചിലരത് ഡ്രിങ്ക്സിലോട്ടോ ഡ്രഗ്സിലോട്ടോ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിലോട്ടോ ഒക്കെ എനിക്ക് പല കപ്പിൾസിനെ അറിയാം. സ്വന്തം ഹസ്ബൻഡിൻ്റെ മുമ്പിൽ, സ്വന്തം വൈഫിൻ്റെ മുൻപിൽ ഏറ്റവും നല്ല ഹസ്ബൻഡ് ആൻഡ് വൈഫായി ഇരുന്നുകൊണ്ട് ഇപ്പുറത്ത് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ കൊണ്ട് നടക്കുക. എൻ്റെ റിയൽ ഫേസ് കാണിക്കാൻ വേണ്ടി, എൻ്റെ എല്ലാ വൾണറബിലിറ്റീസും കാണിക്കാൻ വേണ്ടി. എൻ്റെ വൈഫിന് ഞാനൊരു ഗുഡ് ഹസ്ബൻഡാണ്, എൻ്റെ ഹസ്ബൻഡിന് ഞാനൊരു ഗുഡ് വൈഫാണ്, പക്ഷേ എനിക്ക് ഇപ്പുറത്ത് വേറൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, അവിടെ എൻ്റെ എല്ലാ വൾണറബിലിറ്റീസും കാണിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് പലപ്പോഴും ഇങ്ങനെ റിജക്ഷൻ ഉണ്ടാകും എന്നുള്ള ഫിയർ ഉണ്ടെങ്കിൽ ഈ ഫിയറിനെ നിങ്ങൾ എടുത്തു കളയേണ്ടത് വളരെ ആവശ്യമാണ്. ആ ഫിയർ എടുത്തു കളഞ്ഞെങ്കിൽ മാത്രമേ നല്ല സൗഹൃദങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമതായിട്ടുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇൻസെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ്. ഇൻസെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പലതരത്തിലുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുകളുണ്ട്. അതിൽ മോസ്റ്റ്ലി ചിലർക്ക് ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുണ്ട്. ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറ്റാച്ച്ഡ് ആകും തോറും ഒരു ആൻസൈറ്റി ഡെവലപ്പായിട്ട് വരും. ചിലർക്ക് ആങ്ഷ്യസ് അവോയ്ഡൻറ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലും കാണും. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ആൻസൈറ്റി പ്രൊവോക്കിംഗ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അവോയ്ഡൻ്റായി എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുക എന്നുള്ള രീതി. ഇത്തരത്തിലുള്ള സ്റ്റൈലുകളെല്ലാം നമുക്ക് സൗഹൃദം ഊട്ടിയുറപ്പിക്കാനല്ല, സൗഹൃദം ഇല്ലാതാക്കുന്ന സ്റ്റൈലുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്താണെന്നുള്ളത് പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇഫ് യു ആർ ഇൻ ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് ഓർ അതുപോലെ ആങ്ഷ്യസ് അവോയ്ഡൻറ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിലൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മളുടെ സൗഹൃദങ്ങൾ ഇല്ലാതാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് സൗഹൃദം വളരെ എക്സ്റ്റെൻഡഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മുടെ സൗഹൃദങ്ങൾ നീണ്ടു നിൽക്കുന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും അതിന് റീസൺ. അപ്പോൾ അതിനെ നിങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. ആ പരിഹാര ശ്രമമായിട്ട്
നമുക്ക് നമ്മളുടെ സ്റ്റൈലുകളെ അനലൈസ് ചെയ്ത് നോക്കണം, നമ്മുടെ റീസൺസിനെ അനലൈസ് ചെയ്യണം. ഇനി അത് തനിയെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പ്രൊഫഷണലിൻ്റെ സഹായത്തോടു കൂടി ഡീപ്പ് അനലൈസിങ്ങിലേക്ക് പോയി നല്ല സൗഹൃദങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങളൊരു പുതിയ രീതികൾ കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം സൗഹൃദങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. സൗഹൃദങ്ങൾ ഉള്ളപ്പോഴാണ് ഒരു മനുഷ്യന് നന്നായി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്, ഷെയറിങ്ങും കെയറിങ്ങും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നല്ല സൗഹൃദങ്ങൾ ഉള്ള വ്യക്തിത്വങ്ങളായി മാറുക.